ആചാര്യജി, ക്ലൈമറ്റ് ചേഞ്ച് വിമാനത്തിന്റെ സേഫ്റ്റിയെയും ബാധിക്കുമെന്ന് അങ്ങ് പലപ്പോഴും പറയാറുണ്ടല്ലോ. കാരണം പ്ലെയിൻ നേരിട്ട് കാറ്റിൽ നിന്നാണ് അതിൻ്റെ ത്രസ്റ്റ് എടുക്കുന്നത്. കാറ്റിൽ നിന്നുള്ള ആ പ്രഷറാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്, അല്ലെങ്കിൽ അത് താഴെ വീഴും. ഒരു പ്ലെയിനിന് കാറ്റ് എത്ര ത്രസ്റ്റ് നൽകും എന്നത് കാറ്റിൻ്റെ ഡെൻസിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ എയർക്രാഫ്റ്റിൻ്റെ ഡിസൈൻ ഒരു പ്രത്യേക എയർ ഡെൻസിറ്റി മനസ്സിൽ വെച്ചാണ് ചെയ്യുന്നത്. എയർ ഡെൻസിറ്റി താപനില അനുസരിച്ച് വ്യത്യാസപ്പെടും. താപനില വർദ്ധിക്കുകയാണെങ്കിൽ ഡെൻസിറ്റി കുറയും. ഇത്രയും കുറഞ്ഞ ഡെൻസിറ്റിയുള്ള കാറ്റിൽ പറക്കാൻ പ്ലെയിനുകൾ ഡിസൈൻ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ടേക്ക് ഓഫ് സമയത്ത് വളരെ വലിയ ത്രസ്റ്റ് ആവശ്യമാണ്. ചൂട് കൂടുകയാണെങ്കിൽ കാറ്റ് നേർത്തതാകും, അതായത് ലെസ് ഡെൻസ് ആകും. ലെസ് ഡെൻസ് ആകുമ്പോൾ പ്ലെയിനിന് ആവശ്യമായ ത്രസ്റ്റ് ലഭിക്കില്ല. ഇതുകൂടാതെ കാറ്റിന്റെ ഡെൻസിറ്റി കുറഞ്ഞാൽ എഞ്ചിന് കത്താൻ ആവശ്യമായ ഓക്സിജനും ലഭിക്കില്ല. അതിനാൽ വിമാനത്തിന് 2 തരത്തിലുള്ള പ്രഹരങ്ങൾ ഏൽക്കുന്നു. ഒന്ന്, അതിന്റെ വിങ്സുകൾക്ക് താഴെ നിന്ന് ത്രസ്റ്റ് ലഭിക്കുന്നില്ല. രണ്ടാമതായി, എഞ്ചിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നില്ല. അതിനാൽ പ്ലെയിനിന് ആവശ്യമായ ഉയരം ലഭിക്കുന്നില്ല. ഇത് വിമാനത്തിന്റെ സേഫ്റ്റിക്ക് ഒരു അപകടം സൃഷ്ടിക്കുന്നു. ചൂടുകാലത്ത് മിഡിൽ ഈസ്റ്റിലെയും ദുബായിലെയും അതുപോലെ ഇന്ത്യയിലെയും ഡൽഹിയിലെയും പോലുള്ള ചൂടുള്ള സ്ഥലങ്ങളിൽ പൈലറ്റുമാർക്ക് ടേക്ക് ഓഫ് ദീർഘിപ്പിക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ ഫ്ലൈറ്റ് അറ്റംപ്റ്റുകൾ റദ്ദാക്കേണ്ടിയും വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ദീർഘിപ്പിക്കേണ്ടി വരുന്നത്? കാരണം കാറ്റിന്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ കൂടുതൽ വെലോസിറ്റി ആവശ്യമാണ്. കാറ്റിന്റെ ഡെൻസിറ്റി കുറയുന്നത് എന്തുകൊണ്ടാണ്? ക്ലൈമറ്റ് ചേഞ്ച് കാരണം താപനില കൂടിയതുകൊണ്ട്. നിങ്ങൾ ബെർണൂലിയുടെ തിയറം പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ 0h+p ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് വരുന്നുണ്ടല്ലോ. അവിടെ റോ എന്നത് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഡെൻസിറ്റി കുറയുകയാണെങ്കിൽ പ്രഷർ അതേപോലെ നിലനിർത്താൻ നിങ്ങൾ വെലോസിറ്റി വർദ്ധിപ്പിക്കേണ്ടി വരില്ലേ? വെലോസിറ്റി വർദ്ധിപ്പിക്കാൻ അത്രയും നീളമുള്ള റൺവേയും വേണം. അത്രയും നീളമുള്ള റൺവേ എല്ലാ സമയത്തും ലഭ്യമല്ല. ചിലപ്പോൾ തെറ്റായ കണക്കുകൂട്ടലുകളും ഉണ്ടാകാം. അതിനാൽ ക്ലൈമറ്റ് ചേഞ്ച് വിമാന സുരക്ഷയ്ക്ക് ഒരു വലിയ വളർന്നുവരുന്ന ഭീഷണി തന്നെയാണ് തീർച്ചയായും. അപ്പോൾ ആചാര്യജി, ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്ന അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ പ്ലെയിൻ ക്രാഷ് സംഭവിച്ചു. അതിൽ 135 യാത്രക്കാരുണ്ടായിരുന്നു. ഇല്ലില്ല, അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, അതായത് ബ്ലാക്ക് ബോക്സ് ലഭിച്ചാൽ മാത്രമേ അതിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഊഹാപോഹങ്ങളും നടത്താൻ കഴിയില്ല. പക്ഷേ തത്വത്തിൽ ഇൻ പ്രിൻസിപ്പിൾ ക്ലൈമറ്റ് ചേഞ്ച് വിമാന സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയാണ്. ടേക്ക് ഓഫ് സമയത്ത് മാത്രമല്ല, വിമാനം മുകളിലെത്തിയാൽ മുകളിലെ പാളികളിൽ ഉണ്ടാകുന്ന ടർബുലൻസ് കാരണം നിങ്ങളുടെ വിമാനം വളരെയധികം കുലുങ്ങും. ഇപ്പോൾ ശ്രീനഗറിൽ സംഭവിച്ച വിമാനം പോലെ അതിന്റെ നോസ് തന്നെ പറന്നുപോയിരുന്നു. വിമാനത്തിന്റെ മൂക്ക് കാണിക്കുന്ന ചിത്രങ്ങൾ അതൊക്കെ ടർബുലൻസ് കാരണം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ദുഃഖകരമായ അപകടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. പക്ഷേ ഇൻ ജനറൽ ക്ലൈമറ്റ് ചേഞ്ച് തീർച്ചയായും ഒരു വലിയ ഏവിയേഷൻ റിസ്ക് ആണ്.